ഫീറ്റൽ സ്കള്ള് ഒവോയിഡ് ഷേപ്പാണ്. ടേം ആവുമ്പോൾ ബാക്കിയുള്ള ഓർഗൻസിനെയും പാർട്സിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലാർജ് പ്രൊപ്പോർഷനിലാണ് സ്കള്ള് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. വോൾട്ട്, ബേസ്, ഫേസ്. ഒരു തല മുകളിൽ ഹെയറൊക്കെ വളരില്ലേ, അതാണ് വോൾട്ട്. വോൾട്ടിൽ 3 ടൈപ്പ് ഓഫ് ബോൺസ് ആണുള്ളത്. 2 ഫ്രോണ്ടൽ, 2 പെരൈറ്റൽ, 1 ഓക്സിപിറ്റൽ. ഈ സ്യൂച്ചേഴ്സ് ആണെങ്കിലും ഫോണ്ടനിലെ ആണെങ്കിലും വെജൈനൽ എക്സാമിനേഷൻ്റെ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഓക്സിപുട്ടിൻ്റെ പൊസിഷൻ എവിടെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും എത്രത്തോളം ഹെഡ് ഫ്ലെക്സ് ആവുമെന്ന് അറിയാനും സാധിക്കും. ദെൻ കംസ് ബേസ്. സ്കള്ളിൻ്റെ ഏറ്റവും ബേസിൽ കാണുന്നത് 5 ബോൺസ് ആണ്. 2 ടെമ്പോറൽ, 1 എത്മോയിഡൽ, 1 സ്പീനോയിഡലും പിന്നെ ഓക്സിപിറ്റൽ ബോണിൻ്റെ ബാക്കിയുള്ള പാർട്ടുമാണ്. ഇത് ഫേം ആയിട്ടാണ് ഫ്യൂസ് ചെയ്തിരിക്കുന്നത്. സ്കള്ളിൻ്റെ ബേസിൽ കാണുന്ന ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫൊറാമൻ മാഗ്നം. ഈ പാർട്ടിലൂടെയാണ് സ്പൈനൽ കോഡ് പാസ് ചെയ്തു പോകുന്നത്. ഫേസിലാണെങ്കിലോ 14 ബോൺസ് ഉണ്ട്. എല്ലാ ബോൺസും ഫ്യൂസ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഏതൊക്കെ ബോൺസ് ആണ് ഫീറ്റൽ സ്കള്ളിലുള്ളത് നോക്കാം. ആദ്യത്തെ ഫ്രണ്ടിൽ കാണുന്ന 2 എണ്ണം ഞാൻ നോക്കിയേ, 13, 15 മാർക്ക് ചെയ്തേക്കുന്നതാണ് ഫ്രോണ്ടൽ ബോണ്. ഫ്രോണ്ടൽ ബോണ് 2 ഹാഫായിട്ടായിരിക്കും ആണ് വിച്ച് ഫ്യൂസസ് ഇൻ ടു എ സിംഗിൾ ബോൺ. എപ്പോൾ? 8 വയസ്സിന് ശേഷം. ഇനി ആ ഒരു ഇടയ്ക്ക് ഒരു ഡയമണ്ട് ഷേപ്പിലിരിക്കുന്ന സ്ട്രക്ചറിൻ്റെ ബാക്കി കാണുന്ന 2 നമ്പറിങ് കണ്ടില്ലേ, അതാണ് പെരൈറ്റൽ ബോണ്. സ്കള്ളിൻ്റെ 2 സൈഡിലായിട്ടാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. ആൻഡ് അടുത്താണ് ലാസ്റ്റാണ് ഓക്സിപിറ്റൽ ബോണ്. സ്കള്ളിൻ്റെ ബാക്ക് സൈഡിലാണ് കാണുന്നത്. ഇത് സെർവിക്കൽ വേർട്ടിബ്രേ ആയിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. സൈഡിലത്തെയാണ് ടെമ്പോറൽ ബോണ്. ഇത് ഓരോ ഹെഡിൻ്റെ സൈഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വിച്ച് ഈസ് സീൻ ക്ലോസസ്റ്റ് ടു ദ ഇയർ. നമ്മുടെ തലയോട്ടി എടുത്ത് നോക്കിയ സമയത്ത് കുറേ വര പോലെ മുകളിൽ കണ്ടില്ലേ, അതാണ് സ്യൂച്ചേഴ്സ്. അങ്ങനെ 4 സ്യൂച്ചേഴ്സ് ടോട്ടൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആണ്, ഫൈബ്രസ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. ക്രേനിയൽ ബോൺസിന് പെട്ടെന്ന് ഇതിലൂടെ മൂവ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതിൽ ആദ്യത്തെയാണ് ഫ്രോണ്ടൽ സ്യൂച്ചർ. 2 ഫ്രോണ്ടൽ ബോൺസിന് ഇടയിൽ കാണുന്നതുകൊണ്ടാണ് അതിനെ ഫ്രോണ്ടൽ സ്യൂച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഫ്രോണ്ടൽ ബോണിൻ്റെയും ഒരു പെരൈറ്റൽ ബോണിൻ്റെയും ഇടയ്ക്ക് കാണുന്നതിനെ കൊറോണൽ സ്യൂച്ചേഴ്സ് എന്ന് വിളിക്കും. ഇനി 2 പെരൈറ്റൽ ബോൺസിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിനെ സജൈറ്റൽ സ്യൂച്ചേഴ്സ് എന്നും, ഇനി ലാസ്റ്റത്തെ പെരൈറ്റലിൻ്റെയും ഓക്സിപിറ്റൽ ബോണിൻ്റെ ഇടയ്ക്കുള്ളതാണ് ലാംഡോയിഡൽ സ്യൂച്ചേഴ്സ്. ഇനി പാർട്ട് ഓഫ് ദ സ്കള്ള് ഇതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫേസ്, ബ്രോ അഥവാ സിൻസിപ്പുട്ട്, വേർട്ടെക്സ് ആൻഡ് ഓക്സിപുട്ട്. ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ ഓർബിറ്റൽ റിഡ്ജസ് ഉണ്ട്. ആൻഡ് റൂട്ട് ഓഫ് ദ നോസ് ടു ദ ജംഗ്ഷൻ ഓഫ് ദ ചിൻ ആൻഡ് നെക്ക്. ഓക്കെ, ഫേസിനകത്ത് ഓർബിറ്റൽ റിഡ്ജസ് ഉണ്ട്, കുഴിയ പോലെ കണ്ടില്ലേ. അതിനുശേഷം ബ്രോ അഥവാ സിൻസിപ്പുട്ട് ഉണ്ട്. ഈ ഒരു ഏരിയയ്ക്കകത്ത് സുപ്രാ ഓർബിറ്റൽ റിഡ്ജസ് ഉണ്ട്. ആൻഡ് ആൻറ്റീരിയർ ഫോണ്ടനലെ ആൻഡ് കൊറോണൽ സ്യൂച്ചേഴ്സ് തൊട്ട് പിറകിലായിട്ടുണ്ട്. ഇനി വേർട്ടെക്സ് ആണെങ്കിൽ ഇതിനൊരു ക്വാഡ്രിലാറ്ററൽ ഏരിയ ആണ്. ഇവിടെ ആൻറ്റീരിയർ ഫോണ്ടനലയുണ്ട്. അതേപോലെ തന്നെ ലാംഡോയിഡൽ സ്യൂച്ചേഴ്സ് ബിഹൈൻഡ് ആയിട്ട് കാണുന്നുണ്ട്. ലാസ്റ്റത്തെയാണ് ഓക്സിപുട്ട്. ഈ ഒരു റീജിയനകത്ത് ഫൊറാമൻ മാഗ്നവും അതേപോലെ തന്നെ പോസ്റ്റീരിയർ ഫോണ്ടനലയുടെയും ഇടയ്ക്കാണ്. അങ്ങനെ the part below the occipital protuberance is known as sub-occipital region. നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്സിപിറ്റൽ പ്രൊട്രൂബറൻസിന് ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട്. ഫോണ്ടനേല ഏതൊക്കെയാണ്? 2 എണ്ണമാണ് പറഞ്ഞത്. 2 അതിൽ കൂടുതലോ സ്യൂച്ചേഴ്സ് മീറ്റ് ചെയ്യുന്നതിനെയാണ് ഫോണ്ടനലെ എന്ന് വിളിക്കുന്നത്. നമുക്ക് തൽക്കാലം ആൻറ്റീരിയർ ഫോണ്ടനലയും പോസ്റ്റീരിയർ ഫോണ്ടനലയും മതി. ആൻറ്റീരിയർ ഫോണ്ടനലയുടെ മറ്റൊരു പേരാണ് ബ്രഗ്മ. ഡയമണ്ട് ഷേപ്പിലാണ്. ലാർജസ്റ്റ് ഫോണ്ടനലയാണ്. ഏകദേശം ഒരു 3 മുതൽ 4 സെൻറ്റിമീറ്റർ ലോങ്ങും 1.5 to 2 സെൻറ്റിമീറ്റർ വിത്തുമാണ് ഉള്ളത്. ആൻഡ് ഫ്രോണ്ടനല് ക്ലോസസ് ബൈ 18 months ഓഫ് ഏജ്. 18 മാസം ആകുമ്പോഴാണ് ക്ലോസ് ആവുന്നത്.
വേറെ പോസ്റ്റീരിയർ ഫോണ്ടനലെ നമ്മൾ ലാംഡ എന്ന് വിളിക്കും. ഇത് സജൈറ്റൽ സ്യൂച്ചറിൻ്റെ ലാംഡോയിഡൽ സ്യൂച്ചറും മീറ്റ് ചെയ്യുന്ന അവിടെ കാണുന്നത് ട്രയാങ്കുലർ ഷേപ്പാണ്. ആൻറ്റീരിയർ ഫോണ്ടനലേക്കാട്ടും സ്മോളർ സൈസാണ്. ഈ ഫോണ്ടനലെ നമ്മൾ 3 സ്യൂച്ചേഴ്സിൻ്റെ ജംഗ്ഷനിലായിട്ട് പ്രസൻ്റ് ആവുന്നുണ്ട്. ഒരു 6 വീക്ക് ആകുമ്പോൾ ക്ലോസ് ആവുന്നുണ്ട്. അടുത്തതാണ് ഡയമീറ്റേഴ്സ് ഓഫ് ദ ഫീറ്റൽ സ്കള്ള്. ഡയമീറ്റേഴ്സിനകത്ത് ഫസ്റ്റ് വണ്ണാണ് സബ് ഓക്സിപിറ്റോ പ്രഗ്മാറ്റിക്. ഓക്സിപിറ്റൽ പ്രൊട്രൂബറൻസ് എന്ന വാക്ക് പഠിച്ചിരിക്കണം. ഇത് തന്നെ നമ്മൾ വീണ്ടും താഴോട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്സിപിറ്റൽ പ്രൊട്രൂബറൻസ് മുതൽ ആൻറ്റീരിയർ ഫോണ്ടനലെ അഥവാ ബ്രഗ്മയുടെ സെൻറ്റർ വരെ ഉള്ളൊരു ഡയമീറ്ററാണ് സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക്. ഇത് 9.5 സെൻറ്റിമീറ്ററാണ്. ഇനി അതേ സബ് ഓക്സിപിറ്റോയിൽ നിന്ന് തന്നെ ഫ്രോണ്ടലിലോട്ട് വരുന്നത് സബ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ. ഇത് ഓക്സിപിറ്റൽ പ്രൊട്രൂബറൻസിൻ്റെ താഴെ നിന്ന് മുതൽ ഫ്രോണ്ടൽ സ്യൂച്ചേഴ്സിൻ്റെ സെൻറ്റർ വരെ അല്ലേ. അപ്പം കുറച്ചും കൂടി വീതി കൂടി, 9.5 നിന്ന് 10 സെൻറ്റിമീറ്റർ ആയിട്ട് വീതി കൂടി. മൂന്നാമത്തത് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ. നേരത്തെ ഓക്സിപിറ്റൽ പ്രൊട്രൂബറൻസ് ആയിരുന്ന പ്രൊട്രൂബറൻസിന് താഴെ നിന്നായിരുന്നു. ഇപ്പം ഓക്സിപിറ്റൽ പ്രൊട്രൂബറൻസിൽ നിന്നും ഗ്ലബല്ല വരെയുള്ള റീജിയൻ. ഓക്കെ, വിച്ച് ഇസ് 11.5 സെൻറ്റിമീറ്റർ. മൂന്നാമത്തെയാണ് ബൈടെമ്പോറൽ ഡയമീറ്റർ. 2 ഫേർദസ്റ്റ് ആയിട്ടുള്ള കൊറോണ സ്യൂച്ചേഴ്സിലെ പോയിന്റുകൾ തമ്മിലുള്ളൊരു ലൈ ആണ്. ഒരു പൊസിഷൻ ലൈ ഇൻ ദ സെൻസ് നമ്മൾ പഠിക്കണം ലൈ ലോഞ്ചിറ്റ്യൂഡിനലാണോ എന്നൊക്കെ. ഇനി അടുത്തതാണ് ബൈമാസ്റ്റോയിഡ് ഡയമീറ്റർ. 2 മാസ്റ്റോയിഡ് കഴിഞ്ഞ് സബ് ഓക്സിപിറ്റോ ബ്രഗ്മാറ്റിക്, സബ് ഓക്സിപിറ്റോ ഫ്രോണ്ടൽ, ഓക്സിപിറ്റോ ഫ്രോണ്ടൽ. 9.5 10 11.5. ഇനി മെൻഡോ വെച്ചിട്ട് 2 എണ്ണം ഉണ്ട്. ഒന്ന് ശരിക്കും 3 എണ്ണം ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒന്ന് മെൻഡോ വെർട്ടിക്കൽ, രണ്ടാമത്തത് സബ്മെൻഡോയാണ്, സബ്മെൻഡോ വെർട്ടിക്കൽ. മൂന്നാമത്തെ എന്തായിരിക്കും? സബ്മെൻഡോ ബ്രഗ്മാറ്റിക്. മെൻഡോ വെർട്ടിക്കൽ എന്ന് വെച്ചാൽ നമ്മുടെ ചിഹ്ന മുതൽ വെർട്ടെക്സിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് ആയിട്ടുള്ള പോർഷൻ വരെ. ഓക്കെ, ബ്രോ പ്രസൻറ്റേഷൻ്റെ സമയത്ത് ഇതാണ് എൻഗേജ്മെൻറ്റ് ഡയമീറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്ത പറയുന്നതാണ് സബ്മെൻഡോ വെർട്ടിക്കൽ. ചിഹ്ന മുതൽ നെക്ക് ജോയിൻ ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. മെൻഡോ പ്രഗ്മാറ്റിക്കിൽ ചിഹ്ന ജോയിൻസ് ദ നെക്ക് ടു ദ സെൻറ്റർ ഓഫ് ദ ബ്രഗ്മ എന്തായിരുന്നു? ആൻറ്റി ഫോണ്ടനലി. പിന്നെ ട്രാൻസ്വേഴ്സ് ഡയമീറ്റർ. നമ്മളിതൊക്കെ ഓരോന്ന് പറയുന്ന സമയത്ത് ഇപ്പം ബൈപെരൈറ്റൽ ഡയമീറ്റർ ആണെങ്കിലും ഡയമീറ്റർ 2 പെരൈറ്റൽ ബോൺസ് തന്നെ അകത്തൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ഓരോ ഡയമീറ്റർ ബൈപെരൈറ്റൽ ഡയമീറ്റർ ഉണ്ട്, സുപ്രാപെരൈറ്റൽ മീൻസ് സബ് പെരൈറ്റൽ, സുപ്രാപെരൈറ്റൽ. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ബൈടെമ്പോറൽ, നാലാമത്തെ ബൈമാസ്റ്റോയിഡ്. എങ്ങനെ ആലോചിക്കണം? ആദ്യം 9.5 9 8.5 7.5. ബട്ട് ഇതിൻ്റെ അളവെല്ലാം കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഫീറ്റൽ സ്കള്ള്, അതിൻ്റെ ബോൺസ് ഏതൊക്കെയാണ്, സ്യൂച്ചേഴ്സ്, ദെൻ ഫോണ്ടനലി, പാർട്സ് ഓഫ് സ്കള്ള്, ഡയമീറ്റർ, അതിനകത്ത് തന്നെ ആൻറ്റീരിയർ പോസ്റ്റീരിയർ എന്നും പറഞ്ഞു, ട്രാൻസ്വേഴ്സ് ഡയമീറ്ററും പറഞ്ഞു. ഇത്രയാണ് ഡിസ്കസ് ചെയ്തത്. സോ ഐ ഹോപ്പ് ദാറ്റ് കുറേയൊക്കെ ക്ലിയർ ആണെന്നുള്ളത് വീണ്ടും കേട്ട് പഠിക്കുക, പടം ഒന്ന് വരച്ചൊക്കെ നോക്കുക. അപ്പം സെറ്റായിരിക്കും.